പലപ്പോഴും പല കാര്യങ്ങൾക്കും കാസ പറയുന്ന അഭിപ്രായങ്ങളോട് വളരെയധികം ബഹുമാനം തോന്നിയിട്ടുണ്ട്. 100% ശരിയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും പലരോടും പറയാൻ ഉദ്ദേശിക്കുന്ന മറുപടി കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പലപ്പോഴും വായിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നല്ല ഒരു മറുപടി വളരെ വിവാദമായ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ കാസ നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ ഏറെ ചർച്ചയായതാണ് ട്രംപ് നമ്മുടെ ഇന്ത്യക്കാരെ തിരിച്ചയച്ചു എന്ന വിഷയം. അതും വെറുതെയല്ല തിരിച്ചയച്ചത്, കൈവിലങ്ങൊക്കെ അണിയിച്ചാണ് അവരെ തിരിച്ചയച്ചത്. അങ്ങനെ കുറ്റവാളികളെ പോലെ ട്രംപ് അയക്കേണ്ടിയിരുന്നോ, ഇതാണോ മോദിയുമായിട്ടുള്ള സ്നേഹം, ഇങ്ങനെയൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുകയാണ്. പ്രമുഖമായ ദിനപത്രങ്ങളിൽ, അത് പ്രത്യേകിച്ച് പറയേണ്ടത് മോദി വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ദിനപത്രങ്ങളിൽ പറയുന്നത് ട്രംപ് ചെയ്തത് വളരെ തെറ്റായ ഒരു കാര്യമായി, അവിടെ മോദി മിണ്ടാതിരുന്നു. അങ്ങനെ മോദി വിരുദ്ധത പ്രചരിപ്പിക്കാനുള്ള ഒരു ഏറ്റവും നല്ല ഒരു അവസരമായി പലരും ഇതിനെ ആഘോഷിക്കുന്നുണ്ട്. എന്തായാലും കാസയുടെ ഈ മറുപടി ഇങ്ങനെ ആഘോഷിക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ വിഷയത്തെ ഇങ്ങനെ വളരെയധികം ചൂട് കൊടുത്ത് അതിനെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നവർക്കുള്ളൊരു മറുപടിയാണ്. ആദ്യം ഈ മറുപടി ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ഈ മുറവിളി കൂട്ടുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് നോക്കുക. എന്തായാലും ആ പോസ്റ്റ് വായിക്കാം. ട്രംപ് ഇന്ത്യക്കാരെ തിരിച്ചയച്ചു എന്ന് പറഞ്ഞ് കരയുന്നവർക്ക് ഇതൊരു നല്ല മറുപടിയാണ്. ആരാണ് തിരിച്ചയക്കപ്പെട്ട ഇന്ത്യക്കാർ എന്ന് മനസ്സിലാക്കാതെ കരയുന്നവർ ഇതൊന്ന് കേൾക്കണം. ഇപ്പോൾ തിരിച്ചയക്കപ്പെട്ടവരിൽ അനധികൃതമായി മറ്റു രാജ്യക്കാരുടെ കടകളിലും ചെറുകിട ഹോട്ടലുകളിലും ജോലി ചെയ്തിരുന്നവർ, വാഹന മോഷ്ടാക്കൾ, മയക്കുമരുന്ന് വിൽപ്പനക്കാർ, കത്തിക്കുത്ത്, ബലാത്സംഗം, മോഷണം മുതലായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർ, ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിരുന്നവർ, മയക്കുമരുന്ന് മാഫിയയുടെ ഗുണ്ടകൾ, ഹമാസ് അനുകൂലികൾ, ഹമാസ് ഇസ്രയേൽ യുദ്ധകാലത്ത് പ്രകടനം നടത്തിയവർ, അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഇസ്രയേലിന്റെയും പതാക കത്തിച്ചവർ തുടങ്ങി വിവിധങ്ങളായ കേസുകളിൽപ്പെട്ട് ക്രിമിനൽ ലിസ്റ്റിലായവരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ഉള്ളവരാണ് അമൃതസറിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളത്. അവരെ വിലങ്ങ് വയ്ക്കാതെ രാജകീയമായി അയക്കണമെന്ന് പറയുന്നവരെയൊക്കെ ഊളകൾ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത്? എന്തായാലും കാസയുടെ ആ പോസ്റ്റിലേക്ക് പോവുകയാണ്. രാജ്യത്തെ നാണം കെടുത്തുന്ന ഊളകൾ എന്ന ശീർഷകത്തോടെയാണ് ഈ പോസ്റ്റ് ആരംഭിക്കുന്നത്. ട്രംപ് വിജയിച്ച വാർത്ത പുറത്തു വന്നത് മുതൽ വേദന കടിച്ചമർത്തിക്കൊണ്ടിരുന്ന കേരളത്തിലെ സുഡാപ്പികളും അന്തംഗമ്മികളും എല്ലാം അമേരിക്ക ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചു തുടങ്ങിയതോടെ കൂട്ടക്കരച്ചില്ലാണ്. എന്നാൽ തെറിവിളികൾ ട്രംപിന് മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിജി മുതൽ സാധാരണ ക്രിസംഖികൾക്ക് വരെയുണ്ട്. അന്തംഗമ്മികളും സുഡാപ്പികളും മാത്രമല്ല നീറുന്നത്. അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ തിരിച്ചയച്ചതിൽ രാജ്യത്തിന്റെ ശത്രുപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് വരെ രംഗത്തെത്തിക്കഴിഞ്ഞു. അവർ അതിനെക്കുറിച്ച് പാർലമെന്റ് ചർച്ച ചെയ്യണം എന്ന് വരെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനൽ ആവട്ടെ ട്രംപ് പ്രസിഡന്റ് ആയതിൽ സന്തോഷിച്ച ക്രിസംഖികൾക്കെതിരെ അടുപ്പുകൂട്ടി ചർച്ച വരെ നടത്തി. സുഡാപ്പി, കമ്മി, കൊങ്ങി, ഊളകൾ മനസ്സിലാക്കേണ്ടത്, ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ സംരക്ഷിക്കാനല്ല, മറിച്ച് കുത്തഴിഞ്ഞ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന അയാളുടെ മാതൃരാജ്യത്തെ വീണ്ടും സുരക്ഷിതമാക്കി ഉന്നതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജയിക്കാൻ വേണ്ടി വാഗ്ദാനങ്ങൾ നൽകുകയും ജയിച്ചു കഴിയുമ്പോൾ അതെല്ലാം മറക്കുകയും ചെയ്യുന്ന ഭാരതത്തിലെ ഉച്ചാളി രാഷ്ട്രീയക്കാരനല്ല ഡൊണാൾഡ് ജോൺ ട്രംപ്. തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണോ അയാൾ മുന്നോട്ട് വെച്ചത് അതെല്ലാം ഒന്നൊന്നായി അയാൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ രാജ്യത്തിന്റെ സുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അയാൾക്ക് മുഖ്യം. ഇപ്പോൾ ഇവിടെയുള്ള കൂട്ടക്കരച്ചിലിന് കാരണം അനധികൃത കുടിയേറ്റക്കാരായ 205 ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു എന്നുള്ളതാണ്. ആരാണ് തിരിച്ചയക്കപ്പെട്ട ഇന്ത്യക്കാർ? അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയ ഇന്ത്യക്കാർ ആരും തന്നെ ഭാരത ഗവൺമെന്റിന്റെയോ നരേന്ദ്രമോദിജിയുടെയോ ശുപാർശക്കത്തുമായി അമേരിക്കയിലേക്ക് പോയവരല്ല. മറിച്ച് ഭാരത ഗവൺമെന്റ് അറിയാതെ അമേരിക്കയുടെ അയൽ രാജ്യങ്ങൾ, പ്രധാനമായും കാനഡയിലേക്ക് എത്തി സൗത്ത് അമേരിക്കയിലെ മെക്സിക്കൻ കുടിയേറ്റ മാഫിയയുടെ ഏജന്റുകൾ വഴി മെക്സിക്കൻ അതിർത്തിയിലൂടെയും അല്ലാതെയും നടന്നും കള്ളക്കടത്ത് ബോട്ടിലും ട്രക്കിലും കാറിലും നീന്തിയും ആയിരക്കണക്കിന് കിലോമീറ്റർ ഇല്ലീഗലി സഞ്ചരിച്ചാണ് മിക്കവരും അമേരിക്കൻ ബോർഡർ ക്രോസ് ചെയ്തിട്ടുള്ളത്. മറ്റേതാനും ചിലരാവട്ടെ വിസിറ്റിംഗ് വിസയിൽ അമേരിക്കയിലെത്തി കാലാവധി കഴിഞ്ഞിട്ടും മടങ്ങിപ്പോകാതെ മുങ്ങി നടക്കുന്നവരും. ഇങ്ങനെയുള്ളവരിൽ സുഡാപ്പികൾ മുതൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ വരെയുണ്ട്. ഇവരെ അമേരിക്കൻ സൈനിക വിമാനം ഇവിടെ കൊണ്ടുവന്നിറക്കി വിമാനത്താവളത്തിലെ റൺവേയിൽ തള്ളിയിട്ട് തിരിച്ചു പോവുകയായിരുന്നില്ല ചെയ്തത്. മറിച്ച് ഓരോരുത്തരുടെയും കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിശദമായ ഫയലുകൾ ഇന്ത്യൻ അധികൃതർക്ക് നൽകിക്കൊണ്ട് അവരെ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവിടെ എത്തപ്പെട്ടവർക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ സാധിക്കുകയില്ല. മറിച്ച് മതിയായ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിൽ നിന്നും പോയി മറ്റൊരു രാജ്യത്ത് പോയി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനും നുഴഞ്ഞു കയറിയതിനും ഇനി ഇന്ത്യയിൽ വിചാരണ നേരിടേണ്ടി വരികയും അതിനനുസരിച്ചുള്ള ശിക്ഷ ഇവിടെ അനുഭവിക്കേണ്ടി വരികയും ചെയ്യണം. മാത്രമല്ല പാസ്പോർട്ടും ചിലപ്പോൾ റദ്ദാക്കപ്പെടും. ഏകദേശം 7,25,000 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർ അമേരിക്കയിൽ ഉണ്ട് എന്നാണ് കണക്ക്. അതിൽ 18,000 പേരെ ഓൾറെഡി അമേരിക്കൻ ഭരണകൂടം കണ്ടെത്തി കഴിഞ്ഞു. അതിൽ ക്രിമിനൽ കേസ് ഉള്ളവരുടെ എല്ലാം കേസുകൾ കഴിഞ്ഞ ശേഷം അവരും തിരിച്ചയക്കപ്പെടും.
കാരണം അനധികൃത കുടിയേറ്റക്കാർ, പ്രത്യേകിച്ച് സുഡാപ്പികൾ, അമേരിക്കയ്ക്ക് വലിയൊരു ശാപമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ജനതയുടെ സ്വസ്ഥമായ ജീവിതത്തിന് കുടിയേറ്റക്കാരെ പുറത്താക്കേണ്ടത് ആവശ്യം തന്നെയാണ്. ഇനി എന്തിനാണ് ഭാരത ഗവൺമെന്റിനെ ഈ വിഷയത്തിൽ പരിഹസിക്കുന്നത്? ഇസ്ലാമിക രാജ്യങ്ങൾ ഖുറാനും കൊടുത്ത് യൂറോപ്പിലേക്ക് കുടിയേറാൻ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ഭാരത ഗവൺമെന്റ് ഒരു രാജ്യത്തേക്കും അനധികൃതമായി കുടിയേറ്റം നടത്താൻ അറിഞ്ഞുകൊണ്ട് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാരത പൗരത്വമുള്ളവർ അനധികൃതമായി മറ്റു രാജ്യങ്ങളിൽ പോയി കാണിക്കുന്ന പോക്രിത്തരങ്ങൾക്ക് ഉത്തരവാദിത്തം ചെയ്യേണ്ട കാര്യവും ഭാരതത്തിന്റെ ഗവൺമെന്റിനില്ല. മറിച്ച് ജോലിക്കും മറ്റും നേരായ മാർഗത്തിലൂടെ മറ്റു രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന നമ്മുടെ പൗരന്മാർക്ക് അപകടങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴൊക്കെ നമ്മുടെ ഗവൺമെന്റ് കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നിർത്തിവെപ്പിച്ചാണ് നമ്മുടെ പൗരന്മാരെ ഇന്ത്യയിലേക്ക് സർക്കാർ ചിലവിൽ വിമാനമാർഗം കൊണ്ടുവന്നത്. ഇന്ന് ഇന്ത്യൻ പൗരത്വത്തിന്റെ വിലയിലുണ്ടായ മാറ്റം പ്രവാസികൾക്ക് പറയാതെ അറിയാം. ഈ ഭാരതത്തിൽ അനധികൃത കുടിയേറ്റക്കാർ ഒരു തലവേദനയെ മാറിയതോടെയാണ് നാം ഇവിടെ CAA നിയമം കൊണ്ടുവന്നത്. അതിലൂടെ അനധികൃത കുടിയേറ്റക്കാരായ പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെയും നാം നാട് കടത്തി തുടങ്ങി. അതേസമയം നിയമപരമായ മാർഗങ്ങളിലൂടെ ഭാരതത്തിലെത്തി ജോലി ചെയ്യുന്ന ബംഗ്ലാദേശികൾക്ക് ഒരു കുഴപ്പവുമില്ലാതാനും പാകിസ്ഥാനിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അനധികൃതമായി ഇന്ത്യയിൽ കടന്നുകൂടി ഇവിടെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ, തീവ്രവാദ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവരെ പിടികൂടിയാൽ നമ്മുടെ ഗവൺമെന്റ് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട് കടത്തിയവരെ അമേരിക്കൻ സൈനിക വിമാനത്തിൽ കൊണ്ടുവന്നതിൽ വേദനിക്കുന്നവരോട് ഒരു വാക്ക്. നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങളുടെ ഗൗരവത്തിനും കുറ്റവാളിയുടെ സ്വഭാവത്തിനും അനുസരിച്ച് ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്കോ കോടതിയിലേക്കോ ആശുപത്രിയിലേക്കോ കൊണ്ടുപോകുമ്പോൾ വിലങ്ങണിയിച്ച് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ചില ഭീകരവാദികളെ കൈകാലുകൾ ബന്ധിപ്പിച്ച് ചങ്ങലകൾ അണിയിച്ച് കൊണ്ടുപോകുന്നതും കണ്ടിട്ടുണ്ട്. ഇവിടെ അമേരിക്കയിൽ കുറ്റവാളികളെ ജയിലിന് പുറത്തേക്ക് പ്രത്യേകിച്ച് ഒരു ഗ്യാങ്ങായി കൊണ്ടുപോകുമ്പോൾ കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിപ്പിച്ച് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതൊരു പുതുമയുള്ള സംഭവമല്ല. അതേ രീതി തന്നെയാണ് അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ സംഭവിച്ചതും. അല്ലാതെ ക്രിമിനലുകൾ അടങ്ങിയിട്ടുള്ള 200ഓളം വരുന്ന ഒരു ഗ്യാങ്ങിനെ വിമാനത്തിനുള്ളിൽ അഴിഞ്ഞാടാൻ അനുവദിക്കുന്ന രീതിയിൽ ശരീരം സ്വതന്ത്രമാക്കി കൊണ്ടുവന്നാൽ അതൊരു പക്ഷെ വലിയൊരു ദുരന്തത്തിൽ കലാശിക്കാം. ചിലപ്പോൾ ആ വിമാനം ഇന്ത്യയിൽ എത്തുകയുമില്ല. ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുത്തുപുസ്തകം മാത്രം വായിച്ചിരിക്കാതെ സുഡാപ്പികൾ കോൺ എയർ എന്ന ഇംഗ്ലീഷ് സിനിമ ഒരു പ്രാവശ്യമെങ്കിലും കാണണം. C-16 മിലിറ്ററി എയർക്രാഫ്റ്റിന് പകരം ഇവരെയൊക്കെ പാസഞ്ചർ കൊമേഴ്സ്യൽ എയർക്രാഫ്റ്റിൽ കൊണ്ടുവരാൻ ലോജിസ്റ്റിക്കലി നടപ്പാക്കുന്ന കാര്യമല്ല. മാത്രവുമല്ല അത് സുരക്ഷിതവുമല്ല. അമേരിക്കൻ പ്ലെയിനുകൾ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കൊണ്ട് ലോകമെമ്പാടും പറക്കുന്നുണ്ട്. ബ്രസീലിലും കൊളംബിയയിലും പെറുവിലും അവർ വന്നു. അങ്ങനെ പലയിടത്തേക്കും പോകും. അത് കമ്മിക്കൊങ്ങി സുഡാപ്പികൾ കരഞ്ഞു തള്ളരേണ്ട ഒരു കാര്യവുമില്ല. അവർ വരുന്നത് ബിസിനസ്സുകാരുമായല്ല, ഇല്ലീഗൽ ഇമിഗ്രൻസുമായിട്ടാണ്. അമേരിക്കൻ മിലിറ്ററി പ്ലെയിൻ ഇന്ത്യയിൽ ഇറങ്ങുന്നത് എന്തോ പരമാധികാരത്തിനെതിരെയുള്ള വെല്ലുവിളി എന്നൊക്കെയുള്ള ചിലരുടെ മുറവിളി കാണുമ്പോൾ ചിരിയല്ല, സഹതാപമാണ് തോന്നുന്നത്. അമേരിക്കൻ മിലിറ്ററിയുടെ കാരിയേജ് പ്ലെയിനുകൾ ഇന്ത്യയിൽ ഇറങ്ങുന്നത് ഇന്ത്യൻ അധികൃതരുടെ അനുമതി മേടിച്ചിട്ടാണ്, അല്ലാതെ സ്വന്തം കയ്യൂക്കിലല്ല. ഇതൊക്കെ രണ്ട് രാജ്യവും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള കരാറുകളുടെ ഭാഗമാണ്. 10-30 വർഷം അറബ് രാജ്യങ്ങൾ ജോലി ചെയ്താലും വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും അവിടെ തുടർന്ന് പിടിക്കപ്പെട്ടാൽ പിടിച്ചകത്തിടും. ജയിൽ ശിക്ഷയും ചിലപ്പോൾ ചാട്ടടിയും അനുഭവിക്കണം. പൊതുമാപ്പ് കിട്ടുന്നതുവരെ ജയിലിൽ കിടന്ന റംസാൻ മാസമാണെങ്കിൽ നോമ്പും പിടിച്ചിട്ട് വേണം കയറ്റിവിടുമ്പോൾ ഇങ്ങോട്ട് പോരാൻ. അല്ലാതെ വർഷങ്ങളോളം അവിടെ കിടന്ന് അധ്വാനിച്ചതിന്റെ പേരിൽ ഒരു മറ്റ് രാജ്യക്കാരനും അറബികൾ ഇതുവരെ പൗരത്വം കൊടുത്തിട്ടില്ല. അമേരിക്ക അനധികൃത താമസക്കാരെ പുറത്താക്കിയാലും ഭാരതം ബംഗ്ലാദേശികളെ പുറത്താക്കിയാലും ഫാസിസം. എന്നാൽ സൗദി രാജാവ് പൊതുമാപ്പ് നൽകി നാടുകടത്തിയാൽ രാജാവ് ദീനദയാലു അന്നം തരുന്ന രാജ്യത്തിന്റെ മഹത്വം തേങ്ങാക്കോല. സുഡാപ്പികളുടെ കൂട്ടക്കരച്ചിലിന്റെ കാര്യം മറ്റൊന്നുമല്ല. ട്രംപ് അധികാരത്തിലേറിയതോടെ തീവ്രവാദത്തിന് പിന്തുണ നൽകുന്ന എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളുടെയും ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെയും ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതിന്റെ പ്രതിഫലനം ഇവിടെയുമുണ്ട്. ഇതിപ്പോൾ കരഞ്ഞു തീർക്കുന്നു എന്നേ ഉള്ളൂ. സുഡാപ്പികളുടെയും കമ്മികളുടെയും കരച്ചിൽ സ്വാഭാവികമാണ്. പക്ഷേ ശത്രുപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കരയുന്നതാണ് തീരെ മനസ്സിലാവാത്തത്. കഷ്ടം. ഇങ്ങനെയാണ് ഈ പോസ്റ്റ്. എന്തായാലും എപ്പോഴും നല്ല വിഷയങ്ങളിൽ നല്ല രീതിയിൽ വിവാദ വിഷയങ്ങളിൽ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന കാസ ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ.